അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 5ാം ക്ലാസ്സിലെ നാളത്തെ പരീക്ഷ ഫിഖ്ഹ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക, ക്ഷമയോടെ കാണണം, അപ്പോഴേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. 2 ഭാഗ സുന്നത്തുണ്ട്. അതേതില? പെരുന്നാളിന്, ജുമഅക്ക് ഒരു ദിവസം. രണ്ടാമത്തേത് ഹൈലിൻ്റെ ചുരുങ്ങിയ സമയം, 1 സെക്കൻഡ്, 1 നിമിഷം, 1 ദിവസം. ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അത് എന്ത് ചെയ്യുക, നമ്മൾ മനസ്സിലാക്കി നോട്ട് ചെയ്യുക. എന്നിട്ട് നാളെ വരുമ്പോൾ പരീക്ഷയിൽ എഴുതാം. ചിലപ്പോൾ ഇതുണ്ടാവും, ചിലപ്പോൾ ഇതുണ്ടാവില്ല. അപ്പോൾ ഇത് പഠിച്ചു വെക്കുക. നമ്മൾ പഠിച്ച പാഠത്തിലുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. നിഫാസിൻ്റെ ഏറ്റവും കുറഞ്ഞ സമയം, അതിൽ 1 സെക്കൻഡ്, 1 ദിവസം, 15 ദിവസം. അതുപോലെ നോമ്പുകാർ ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്യൽ, അതെന്താണ്? അഫ്ളൽ, സുന്നത്ത്, കറാഹത്ത്. അങ്ങനെ അതിൽ വരാണെങ്കിൽ ഇതെന്ത് ചെയ്യുക, അടയാളപ്പെടുത്തുക. നായിൽ നിന്ന് ജന്മം കൊണ്ടവ, അതേതാ? മുഅല്ലൽ, പന്നി, മുത്തവസ്സിത്ത്. ഇതിലേതാന്നുള്ളത് കണ്ടെത്തുക. പിന്നെ മലം, ഇതിലേത് പെട്ടതാണ്? മുഅല്ലലിൽ പെട്ടതാണോ, മുത്തവസ്സിത്തിൽ പെട്ടതാണോ, മുഖഫഫിൽ പെട്ടതാണോ? പിന്നെ കഞ്ഞിവെള്ളം, ഇളനീർ വെള്ളം, പനിനീർ വെള്ളം. ഇതിലേതിൽ പെട്ടതാ? മുസ്താമിലായ വെള്ളമാണോ, ത്വാഹിറായ വെള്ളമാണോ, തൊഹൂറായ വെള്ളമാണോ? അത് നോട്ട് ചെയ്യാം. 5 വഖത്ത് നിസ്കാരം, റമളാനിലെ നോമ്പ്, ഇതൊക്കെ ഏതിൽ പെട്ടതാ? ഫർള് ഐനാണോ, ഫർള് കിഫാണോ, സുന്നത്ത് മുഅക്കദാണോ? അങ്ങനെ ഓരോന്നും ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ, ഇത് മലയാളത്തിലാണ് കൊടുത്തിരിക്കുന്നത്, അപ്പോൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഇതുപോലെ ഓരോന്നും എന്ത് ചെയ്യുക, നോക്കുക. പിന്നെ അതേപോലെ തന്നെ സുന്നത്തിൻ്റെ മറ്റ് പേരുകൾ ഉണ്ടാ കുറേ കൊടുത്തിട്ടുണ്ട്, അത് മനസ്സിലാക്കുക കേട്ടോ. പിന്നെ അതുപോലെ ഖിബ്ലക്ക് മുന്നിടൽ, മിസ്വാക്ക് ചെയ്യൽ, ഇതൊക്കെ ഏതാണ്? വുളൂഇൻ്റെ ഷർത്തുകൾപ്പെട്ടതാണോ, വുളൂഇൻ്റെ സുന്നത്തിൽപ്പെട്ടതാണോ, വുളൂഇൻ്റെ ഫർളുകൾപ്പെട്ടതാണോ എന്നൊക്കെ ശ്രദ്ധിക്കാതെ നോട്ട് ചെയ്യുക കേട്ടോ. പിന്നെ സമൂഹത്തിൽ നിന്നും ചിലർ ചെയ്താൽ എല്ലാവരും ശിക്ഷയിൽ നിന്ന് ഒഴിവാകുന്നതും ആരും ചെയ്തില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരും ആകുന്നതും. അത് ഏതിലാ? ളുഹർ. അങ്ങനെ ഓരോന്നും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതിൽ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക കേട്ടോ. പിന്നെ സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവുള്ളതും, അതേതാ? മുസ്താമിൽ കൊടുത്തിരിക്കുന്നു, തൗഹൂർ കൊടുത്തിരിക്കുന്നു, ത്വാഹിർ കൊടുത്തിരിക്കുന്നു. ഇതിലേതെപ്പെട്ടതാണെന്ന് നോക്കാം. പിന്നെ നജസ് ചേർന്ന കുറഞ്ഞ വെള്ളം, അതിൽ 3 എണ്ണം ഉണ്ട്. അതിലേതാ ഉള്ളതെന്ന് വെച്ചാൽ എന്ത് ചെയ്യുക, തിരഞ്ഞെടുക്കുക കേട്ടോ. ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ചെറിയൊരു വീഡിയോ ആക്കി വിടാൻ വേണ്ടിയിട്ടാണ് എല്ലാതും പറയാത്തത്. അത് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മക്കളൊക്കെ ഉന്നത വിജയത്തിലെത്തിക്കുമാറാകട്ടെ. അത് ശ്രദ്ധിക്കുക. പിന്നെ ഇഖാമത്തിൻ്റെ പദങ്ങൾ 2 എണ്ണം ചേർത്ത് അല്ല, പറയൽ നിർബന്ധമാണ്, പറയലും സുന്നത്താണ്, പറയലും കറാഹത്താണ്. അത് ഏതാണെന്നുള്ളത് മനസ്സിലാക്കുക. അത് നമ്മളെ ബാങ്കിൻ്റെ പാഠത്തിലുണ്ടാവും അല്ല. പിന്നെ അഖാമ അല്ലാഹു ആദമഹ വജഅലനി അല്ല, ഇതിൽ കൂടുതൽ മിനസ്വാലിഹിൻ അഹ്ലഹ. പിന്നെ ഓരോന്നും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതിലേതാ ശരിയെന്നുള്ള അതിൽ ടിക്കറ്റ് കൊടുക്കുക കേട്ടോ. ഫർള് നിസ്കാരം ഹലാലാകാൻ വേണ്ടി ഞാൻ തയമ്മം ചെയ്യുന്നു. തയമ്മത്തിൻ്റെ നിയ്യത്ത്, വുളൂഇൻ്റെ നിയ്യത്ത്, നിസ്കാരത്തിൻ്റെ നിയ്യത്ത്, ഇതെപ്പോഴാണ് പറയാന്നുള്ളത് ഇതിൽ കണ്ടെത്തുക കേട്ടോ. അവർക്കാണ് സർവനാശം എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ആർക്കാണത്? ബാക്കി സമയം വിട്ട് അത് ഇങ്ങനെ നോക്കി വെക്കാം കേട്ടോ. ഓരോന്നും ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. എല്ലാവരും ക്ഷമയോടെ വീഡിയോ കാണണം കേട്ടോ, അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ ഓരോന്നും നോക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ നാളത്തെ പരീക്ഷ. പരീക്ഷയിൽ വരുന്നതായ കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ വരും, ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ വരും, എല്ലാത്തവ വരില്ല. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് പരീക്ഷയ്ക്ക് എഴുതാം.